മകളെ റാത്തല്ല ഈ റോഡ് മൊത്തം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചത് തിരക്കൊണ്ട് ഒഴിവായത് എന്നിട്ടാണ്. അന്ന് നമ്മൾ മുമ്പ് ചെയ്ത കോൺക്രീറ്റ് വാളാണ് ഈ വാള്. കംപ്ലീറ്റ് മാഷാഅല്ലാഹ് ഒരേ ലെയർ പോലെ ചെയ്ത് നല്ല വൃത്തിയാക്കി ചെയ്തിരുന്നിട്ട് കംപ്ലീറ്റ് നല്ല സെറ്റാക്കി ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളെ റോഡിൻ്റെ ഫ്രണ്ട് ഭാഗം അന്ന് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു ഇവിടെ നമുക്കൊരു ആണിയാക്കിയിട്ട് ചെയ്യണം. കാരണം എന്തെങ്കിലും പ്രയാസം പിന്നീട് വരാൻ സാധ്യത ഉണ്ട്, റോഡ് പൊന്താനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിരുന്നു ഇവിടെ ഒരു ആണിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒരു ആണിയാണ്. ഒരു ആണി എന്ന് പറഞ്ഞാൽ അടിക്കൊരു ഹമ്പിട്ട് സെറ്റാക്കിയിട്ട് ആ ഭാഗം തന്നെ റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കംപ്ലീറ്റ് ഇവിടുന്ന് റോഡിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ ഇവിടെ ഇതിൽ അതേപോലെ കോറി വേസ്റ്റ് ഇടില്ല, കോറി വേസ്റ്റ് ആളാ ഫുൾ കോൺക്രീറ്റ് ടാറിങ്ങ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തേക്ക് വായ അച്ഛാ. മാഷാഅല്ലാ. അപ്പോൾ ഫുള്ള് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തേക്ക് ലൈൻ തേക്കോ, ऊपर ലൈൻ തേക്കോ, ഉദർ സെ ജാओ. ठीक है वो अच्छा. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് 6-ാം വാർഡിൽ എന്താണ് ഫുള്ള് പണിയാട്ടെ, റോഡ് പണി. അവിടെ നിന്ന് കുറച്ച് കച്ചറായി കിടന്നിട്ട് കംപ്ലീറ്റ് പണി നടക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാഅല്ലാ. എന്തായാലും നമ്മൾ ചെയ്ത സൈറ്റാണ് ഈ സൈറ്റ്. അപ്പോൾ ഇൻഷാഅല്ലാഹ് പണി നടക്കട്ടെ. നല്ല സന്തോഷം, ഹാപ്പി. എല്ലാ ഈ കാര്യങ്ങളും ഈ കൊക്ക വരെ നമ്മളന്ന് വെച്ച് കൊടുത്താട്ടെ, ഈ സംഭവം വരെ ഈ ചെയിന് വരെ നമ്മളന്ന് വെച്ച് കൊടുത്തിരുന്നിട്ടാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് ബാക്കി ഭാഗം നമുക്കറിയായിരുന്നു ഇവിടെ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്രയാസം വരുന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെ എന്ത് ചെയ്താണ് അവർ വിശാലമാക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഒന്ന് വിശാലമാക്കിയിട്ടിട്ടാണ്.